നിന്റെ ഉദ്ദേശം എന്താണ്? ചേട്ടാ ഞാൻ അടുത്ത മാസം തരാം. ഇതൊന്നും നടക്കൊന്നുമില്ല കേട്ടാ. ഇവിടെ തനിക്കറിയാവോ, ഇവനുണ്ടല്ല, ഇവന്റെ കയ്യിലെ പൈസ തീർന്നു കഴിഞ്ഞാൽ വീട് പണി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ ആ വീട്ടിൽ കയറി താമസി. എന്നിട്ടും എന്റെ പൈസ ഇല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വണ്ടി കൊണ്ടുപോകണ, നീ പൈസ ഇപ്പൊ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുന്നു, അപ്പൊ വണ്ടി എടുത്തു പോയി. അതൊരു തീരുമാനമായി. കയ്യിലുണ്ടായിരുന്നു, വണ്ടിയും പോയി കിട്ടി. എന്താ ചെയ്യാല്ലേ? ആ വണ്ടി കൊടുത്തുകൊണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നല്ലാതെ ഞാൻ അയാളെ തടയണമായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. എന്നിട്ട് ഈ കണ്ട നാട്ടുകാരെ മൊത്തം അറിയിക്കണം. അതല്ല എന്തല്ലെന്ന്. ഒരാളെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അടിയിൽ പോയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ഈ നാട്ടുകാരായിരിക്കും. അവരെ നന്നായിട്ട് ആഘോഷിക്കുകയും ചെയ്യും. എന്ന് ഞാൻ അതിന് നിൽക്കണമായിരുന്ന. നിന്നെ കണ്ടിട്ടേ ഇത്രയും പ്രശ്നമുള്ള ഒരാളായിട്ട് എനിക്ക് ഇന്നേ വരെക്കും തോന്നിയിട്ടില്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് പലതും തോന്നും. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ജീവിതം അത് നമുക്ക് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ. ആരോട് പറയാൻ? എന്നാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നീ ചിരിച്ചോണ്ടിരിക്കണ്ടല്ലോ. പിന്നെ ചിരിക്കാതെ പിന്നെ സങ്കടപ്പെട്ട് കരയണോ? നമ്മൾ ആണുങ്ങളാണ്, നമ്മൾ കരയാൻ പാടില്ല. എന്ത് പ്രശ്നം വന്നാലും ഉണ്ടല്ല, ചങ്കുറപ്പോടെ നേരിടണം. കരയരുത്. ഞാൻ കരയൂല, കരയാൻ പാടില്ല. കരഞ്ഞവൻ തീർന്ന്, കരഞ്ഞ തീർന്ന്.